നമസ്കാരം. അമേരിക്ക ഇടയിൽ ഇറാനെ ആക്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്താ അമേരിക്ക ഈ വീരവാദം അടിക്കുന്നതിനപ്പുറം ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യത ഇല്ലേ? പക്ഷേ എന്തോ ഒന്ന് ഒരുങ്ങുന്നുണ്ട് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇറാനെ ഏത് നിമിഷം വേണോ അമേരിക്കയ്ക്ക് ആക്രമിക്കാൻ കഴിയും. പക്ഷേ ഏതു വഴിയാണ് ഇറാനെ ആക്രമിക്കുക? ആരാണ് അമേരിക്കയ്ക്ക് ഈ സഹായം കൊടുക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇറാനെ പടിഞ്ഞാറൻ ഭാഗം വഴി ആക്രമിക്കുവാൻ വളരെയധികം പ്രയാസമാണ്. കാരണം ഈ മേഖല വളരെ സുരക്ഷിതമായിട്ടുള്ള മേഖലയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. അതായത് ഇറാൻ ഏറ്റവും തന്ത്രപ്രധാനമായി ഒരു കോട്ട പോലെയാണ് ഈ മേഖലയെ ആക്കി വച്ചിരിക്കുന്നത്. ഇറാൻ്റെ PMU ബാറ്ററീസ്, അതായത് ഇറാൻ്റെ റഡാസ് സംവിധാനം ഈ മേഖലയിൽ വളരെ ശക്തമാണ്. അതോടൊപ്പം തന്നെ ബാവർ 373 പോലുള്ള സർഫസ് ടു എയർ മിസൈലുകൾ, അങ്ങനെ വളരെ വിപുലമായ സംവിധാനങ്ങളാണ് ഇറാന് തങ്ങളുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ ഉള്ളത്. അത്തരത്തിൽ ഇറാൻ ഏറ്റവും ശക്തമായ ഒരു സൈനിക നിര തന്നെ അവരുടെ പടിഞ്ഞാറൻ അതിർത്തിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലൂടെ ഇറാനെ ആക്രമിക്കുന്നത് അമേരിക്കയ്ക്ക് ശ്രമകരമായിട്ടുള്ള ഒരു പദ്ധതി തന്നെ ആയിരിക്കും. അതോടൊപ്പം തന്നെ അമേരിക്ക ഈ മേഖലയിലൂടെ ഇറാനെ ആക്രമിക്കുവാൻ ശ്രമിച്ചാൽ ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസ് ആക്രമിക്കുവാൻ ഇറാൻ തയ്യാറാകും. അമേരിക്കയുടെ ഏറ്റവും വലിയ എയർബേസുകളിൽ ഒന്നാണ് ഖത്തറിലെ എയർബേസ്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ മേഖലയിലൂടെ ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പോൾ ഏത് മേഖലയായിരിക്കും അമേരിക്ക സെലക്ട് ചെയ്യുക? ആരാണ് ഇനി അമേരിക്കയെ സഹായിക്കുക? അവിടെയാണ് പാകിസ്ഥാൻ്റെ പ്രസക്തി. സുന്നി ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാൻ്റെ പ്രസക്തി. ഇതുവഴി ഇറാൻ്റെ ഈസ്റ്റേൺ ബേസുകളിലേക്ക് ആക്രമിക്കുവാനായിട്ട് അമേരിക്കയ്ക്ക് സാധിക്കും. ആ ഒരു രീതിയിൽ പാകിസ്ഥാനെ ഉപയോഗിക്കുവാനായിട്ട് അമേരിക്കയ്ക്ക് സാധിക്കും. കാരണം ഇപ്പോൾ പാകിസ്ഥാൻ സാമ്പത്തികമായിട്ട് വളരെ വലിയ തിരിച്ചടി നേരിടുന്ന ഒരു സമയമാണ്. അമേരിക്ക എന്തു പറഞ്ഞാലും കേൾക്കാൻ പറ്റുന്ന ഒരു അടിമ രാജ്യമാക്കി പാകിസ്ഥാനെ മാറ്റിയെടുക്കുവാൻ കഴിയും. പിന്നെ പാകിസ്ഥാനും ഒരു ഉന്നമുണ്ട്, അത് ഇന്ത്യയാണ്. വഴിയെ പറയാം ഇത് എങ്ങനെയാണ് പാകിസ്ഥാൻ ഈ രണ്ട് ഭാഗങ്ങളുടെ ഒരു പോർമുഖം തുറക്കുന്നത് എന്ന്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം 900 കിലോമീറ്റർ ബോർഡർ ഇറാനുമായിട്ടുണ്ട്. അതായത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനും ഇറാനിലെ റസ്റ്റിസിസ്ഥാനും തമ്മിൽ 900 കിലോമീറ്ററിൻ്റെ ബോർഡർ കണക്ഷനാണ് ഉള്ളത്. ഈ മേഖല പാകിസ്ഥാൻ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിവരങ്ങൾ, ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിവരങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറുവാനായിട്ട് വളരെ സാധ്യതയുള്ള ഒരു മേഖലയും കൂടിയാണ്. അതായത് പാകിസ്ഥാൻ്റെ ഫ്രോണ്ടിയർ ക്രോപ്സ് പാരാമിലിറ്ററി സർവീസ് വളരെ ശക്തമാണ് ഈ മേഖലയിൽ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ മേഖലയിൽ സുന്നി തീവ്രവാദികൾ, സുന്നി ഭീകരവാദികൾ ഈ മേഖലകളിലും ഉണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം IRGC സപ്ലൈ ലൈൻസ് ഈ മേഖലയിലുണ്ട്. ഈ മേഖല വഴി പാകിസ്ഥാന് അമേരിക്കയ്ക്ക് നിർണായകമായ വിവരങ്ങൾ കൈമാറുവാൻ കഴിയും. അതോടൊപ്പം തന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലിസണിങ്ങും. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല അവരുടെ റഡാറിന് പുറത്തായതുകൊണ്ട് തന്നെ ഇതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ, തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ മേഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ, ഇറാനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണ സാധ്യതകൾ ഈ മേഖലയിൽ കൂടി വരുന്നുണ്ടോ എന്നതിനെ പറ്റിയിട്ട് ഇറാന് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അത്രമാത്രം ദുർബലമാണ് ഇറാൻ്റെ ഈസ്റ്റേൺ മേഖല, കിഴക്കൻ മേഖല. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഈ മേഖല വഴി വളരെ സുരക്ഷിതമായി ഇറാനെ ആക്രമിക്കുവാൻ കഴിയും. ട്രാൻസ് ബലൂച്ച് എയർ കോറിഡോർ, അതായത് അഫ്ഗാനിസ്ഥാൻ ബോർഡർ വരെ നീണ്ടു കിടക്കുന്ന, അറേബ്യൻ സീ മുതൽ അഫ്ഗാനിസ്ഥാൻ വരെ നീണ്ടു കിടക്കുന്ന എയർ കോറിഡോറാണത്. ഈ മേഖല വഴി അമേരിക്കയ്ക്ക് വളരെ ശക്തമായിട്ടുള്ള മിന്നൽ ആക്രമണങ്ങൾ നടത്താൻ പറ്റും. B-21 ബോംബേഴ്സും അതോടൊപ്പം തന്നെ B-52 അമേരിക്കൻ ജെറ്റ്സും സൂപ്പർസോണിക് ജെറ്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമായൊരു ആക്രമണം ഈ മേഖലയിൽ കൂടി നടത്തുവാനായിട്ട് അമേരിക്കയ്ക്ക് സാധിക്കും. ഈ പടിഞ്ഞാറൻ മേഖല ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കുമ്പോൾ പാകിസ്ഥാൻ എന്ത് പ്രത്യുപകരമാണ് ലഭിക്കുന്നത്? പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന് അമേരിക്കയിൽ നിന്ന് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ വലിയ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാകുന്ന തരത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവും. ഒപ്പം
ഇന്ത്യക്കെതിരെ ഒരു പോർമുഖം തുറക്കുവാനും പറ്റും. ഇന്ത്യക്ക് ഇതുകൊണ്ട് എന്താണ് നഷ്ടം? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ചഹബാർ പോർട്ട്, ഇന്ത്യക്ക് സെൻട്രൽ ഏഷ്യയുമായിട്ടും റഷ്യയുമായിട്ടും ഏറ്റവും അധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന ചഹബാർ പോർട്ട്, ഒരുപക്ഷെ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവിന് ഇന്ത്യ കൗണ്ടർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചഹബാർ പോർട്ടിനെ നിസ്സാരമായി അട്ടിമറിക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ളൊരു അട്ടിമറി കാരണം ഇന്ത്യയുടെ സാമ്പത്തികമായ മുന്നേറ്റത്തെ തടയിടുവാനായിട്ടും പാകിസ്ഥാന് കഴിയും. ഇത്തരമൊരു സംവിധാനത്തെയാണ് പാകിസ്ഥാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്ക ഇറാനെ ആക്രമിക്കുമ്പോൾ പാകിസ്ഥാൻ്റെ അടുത്ത ബോർഡറിൽ, അതായത് ഇന്ത്യയുമായിട്ടുള്ള ബോർഡറിൽ പാകിസ്ഥാന് യുദ്ധമുഖം തുറക്കുവാനും കഴിയും. അങ്ങനെ പാകിസ്ഥാന് ഇതെല്ലാം കൊണ്ട് തന്നെ വലിയ ഒരു നേട്ടമാണുള്ളത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇതിനു വേണ്ടിയിട്ടുള്ള അവസരം കാത്തിരിക്കുകയാണ്. പക്ഷേ അവിടെയും പാകിസ്ഥാനെ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമാണ് എന്നാണ്. ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമാകുമ്പോൾ തന്നെ ഷിയ രാജ്യമാണ് ഇറാൻ. പക്ഷേ ഇതുകൊണ്ടൊന്നുമായില്ല. ഷിയ രാജ്യമായാലും ഇസ്ലാമിക രാജ്യം എന്ന നിലയിൽ ഇറാനെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഒത്താശ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാകിസ്ഥാന് നേരെ ശക്തമായിട്ടുള്ള ഒരു ഇസ്ലാമിക് ഗ്രൂപ്പുകളുണ്ടാവും, ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ തന്നെ ഉണ്ടാകും. അങ്ങനെ മാറുന്ന ഒരു ലോക സാഹചര്യമാണ് ഇനി വരാൻ പോകുന്നത്. കാര്യങ്ങൾ എന്ത് തന്നെയായാലും കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.